ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു രമ്യാസ് പ്ലാന്റ്. ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ പാക്ക് വീഡിയോ ആണ്. അതിനായിട്ട് വേണ്ടത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് മുരിങ്ങയില പുരുഷന്മാർക്കും സ്ത്രീകൾക്കെല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനം. പിന്നെ ഇത് നമുക്ക് അകത്തോട്ട് കഴിക്കാൻ മാത്രമല്ല കേട്ടോ, നമ്മളെ ഹെയറിന് പുറത്തിടാൻ വേണ്ടി നല്ലൊരു ഐറ്റം തന്നെയാണ്. പിന്നെ വേണ്ടത് ഉലുവയാണ്. 1 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഉലുവ നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. തലേദിവസം ഇട്ട് വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് റെഡിയാവും. ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്കുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഉലുവ. അപ്പോൾ ഉലുവയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള മുരിങ്ങയില ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം. മുരിങ്ങയില ഗുണങ്ങൾ ഇനി വീണ്ടും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മുരിങ്ങയില കഴിക്കുന്നത് കണ്ണിൻ്റെ കാഴ്ചശക്തി നല്ലതാണ്, ബ്ലഡ് നിറയാൻ നല്ലതാണ്, പിന്നെ നമ്മുടെ ഹോർമോൺ ബാലൻസിന് നല്ലതാണ്, പിന്നെ മുടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് മുരിങ്ങയില. അപ്പോൾ നല്ലത് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ആദ്യം അരക്കുമ്പോൾ ഒരു തരിതരിപ്പ് ഉണ്ടാവും. പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. പിന്നെ ഇത് അളവ് എന്ന് പറയുന്നത് 2 പിടി മുരിങ്ങയില എടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവ. അത് നമ്മളെ മുടിയുടെ നീളത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 2 വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, അതും കൂടി പൊട്ടിച്ച് വയ്ക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എണ്ണ, നമ്മൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കണം. ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിൽ ഒരു 10 മിനിറ്റിൽ കൂടുതൽ വെക്കരുത്. നല്ല തണുപ്പുണ്ടാവും, ഉലുവയ്ക്ക് ജലദോഷം പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.